Hi students, welcome to ASF Academy. This is Femi. Today we discuss the topic prospectus and its contents. നമ്മൾ MOA, AOA ഒക്കെ ഓൾറെഡി വേറെ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ കമ്പനി റെഗുലേഷനിൽ വരുന്ന വേറൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് പ്രോസ്പെക്ടസ് എന്നും അതിൽ വരുന്ന കണ്ടൻസ് എന്തൊക്കെയാണെന്നും അതിലുള്ള ചെറിയ ചെറിയ റൂൾസ് പ്രോസ്പെക്ടസ് ചെയ്യുന്ന ടൈമിലെ ചെറിയ റൂൾസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മീനിങ്ങിലൊക്കെ പോവാം. ഫസ്റ്റ് തന്നെ ഒരു കമ്പനി ഫോം ചെയ്യുന്ന ടൈമിൽ, ഒരു കമ്പനി കമൻസ് ചെയ്യുന്നതിന് മുന്നേ അത് ഫോം ചെയ്യുന്ന ടൈമിൽ ഒരുപാട് പേപ്പർ വർക്ക്സ് ഉണ്ട്. ഒരുപാട് പേപ്പർ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ വരുന്ന മെയിൻ 3 ഫയൽ ചെയ്യേണ്ട പേപ്പർ വർക്ക്സ് ആണ്. ഒന്ന് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, സെക്കൻഡ് വൺ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ, തേർഡ് വൺ പ്രോസ്പെക്ടസ്. ഫസ്റ്റ് വൺ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ MOA പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് അത് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് കമൻസ് ചെയ്യാൻ വേണ്ട ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ കമൻസ് ചെയ്യാൻ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് കമ്പനി റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് വേണം? ഫണ്ട് വേണം. അങ്ങനെ ഫണ്ട് റൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനിയുടെ കേസിൽ ഫണ്ട് റൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ ഷെയർസ്, ഡിബെഞ്ചേഴ്സ് ഒക്കെ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും. പ്രൈവറ്റ് കമ്പനിയുടെ കേസിലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അവർ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ ഓൺ ഫണ്ട്സോ യൂസ് ചെയ്തിട്ടാണ് കമ്പനി കമൻസ് ചെയ്യുന്നുണ്ടാവും, റൺ ചെയ്യുന്നുണ്ടാവും. പക്ഷെ പബ്ലിക് കമ്പനി ആവുമ്പോൾ അവർക്ക് ഫണ്ട് റൈസ് ചെയ്യണം. അങ്ങനെ ഫണ്ട് റൈസ് ചെയ്യണമെങ്കിൽ അവരൊരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്ത് ഇഷ്യൂ ചെയ്യണം. ആ ഡോക്യുമെന്റിനെയാണ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. കമ്പനി പ്രൊവൈഡ് പ്രോസ്പെക്ടസ് വിത്ത് ക്യാപിറ്റൽ റൈസിംഗ് ഇന്റൻഷൻ. ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പ്രോസ്പെക്ടസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇതൊരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ആണ്. കാരണം ഈ ഒരു ഡോക്യുമെന്റിന്റെ ബേസിലാണ് നമ്മുടെ ഫണ്ടിന്റെ സക്സസ് വരുന്നത്. ദാറ്റ് മീൻസ് ഫണ്ട് എത്രത്തോളം നമുക്ക് കിട്ടും എന്നുള്ളത് ഈ ഒരു ഡോക്യുമെന്റിന്റെ ബേസിലാണ്. ഈ ഡോക്യുമെന്റ് നോക്കിയിട്ടാണ് പബ്ലിക് അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് ആ ഷെയർസ് അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് മേടിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആവണം. കാരണം ഇതിൽ നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ്, നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്ന ഷെയർസിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ആ ഒരു കസ്റ്റമറിന് നമ്മുടെ കമ്പനിയുടെ ഒരു ഷെയർ മേടിക്കാൻ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സിന് എന്തൊക്കെ ഇൻഫോർമേഷൻ വേണോ അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഈ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെന്റ്. ലീഗൽ ഡോക്യുമെന്റ് ആണ്. ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? ഇഷ്യൂഡ് ബൈ എ ബോഡി കോർപ്പറേറ്റ്സ് അല്ലെ കമ്പനിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. എന്തിനാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്? ഇൻവിറ്റേഷൻ ടു എൻ ഓഫർ ഫോർ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട്. അത് ഷെയർസ് ആവാം അല്ലെ ഡിബെഞ്ചേഴ്സ് ആവാം. ഓക്കെ, അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ ആണ് ഈ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഫോർ റൈസിംഗ് ഫണ്ട്. ഇറ്റ് പ്രൊവൈഡ് റിക്വയർഡ് ഇൻഫോർമേഷൻ. ദാറ്റ് മീൻസ് കമ്പനിയെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ഉണ്ടാവും, ഈ നമ്മൾ കൊടുക്കുന്ന സെക്യൂരിറ്റിയെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരുപാട് പേരുടെ കൺസേൺ ലെറ്റേഴ്സ് ഉണ്ടാവും, കൺസേൺ റിപ്പോർട്ട്സ് ഉണ്ടാവും ഈ പ്രോസ്പെക്ടസിൽ കമ്പനിയെ കുറിച്ചിട്ടും ഈ സെക്യൂരിറ്റിയെ കുറിച്ചിട്ടും ഉള്ളത്. അതാണ് പ്രൊവൈഡ് റിക്വയർഡ് ഇൻഫോർമേഷൻ. കാരണം ഇൻവെസ്റ്റേഴ്സിന് ഈ ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് അവർ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്നത്. അവർക്ക് ഇതിൽക്ക് ഈ ഓഫർ അവർ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. ഓക്കെ, ഇറ്റ് ഹെൽപ്പ് ദ ഇൻവെസ്റ്റേഴ്സ് ടു മേക്ക് എ വെൽ ഇൻഫോംഡ് ഡിസിഷൻ. കാരണം ഇതിൽ എല്ലാ സെക്യൂരിറ്റീസും അവർക്ക് ഓക്കെ ആണോ ഇല്ലെന്നില്ല ഈ പ്രോസ്പെക്ടസിൽ കിട്ടുന്ന ഇൻഫോർമേഷൻസ് വെച്ചിട്ട് അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് മാൻഡേറ്റഡ് ബൈ ദ ലോ ടു സപ്ലൈ ടു പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ. ഇത് പറയുന്നത് പബ്ലിക് കമ്പനിയുടെ കേസിലാണ്. പ്രൈവറ്റ് കമ്പനിയിൽ ഇത് നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷേ പ്രൈവറ്റ് കമ്പനി പിന്നീട് പബ്ലിക് കമ്പനി ആക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ മീനിങ് പറഞ്ഞാൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ടു സബ്സ്ക്രൈബ് ഫോർ ഷെയർസ് ഓർ ഡിബെഞ്ചേഴ്സ് ഇൻ ദ കമ്പനി. ഒരു കമ്പനിയുടെ ഷെയറോ ഡിബെഞ്ചേഴ്സോ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഇൻവിറ്റേഷൻ ആണ്, കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻവിറ്റേഷൻ ആണ് എന്ത് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സെക്ഷൻ നോക്കാം അല്ലെങ്കിൽ ഡെഫിനിഷൻ നോക്കാം. Definition according to section 2 subsection 70 of the Companies Act 2013. Okay, അതിലെ എങ്ങനെയാണ് പ്രോസ്പെക്ടസ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേക്കാം. Any document described or issued as prospectus and includes any notice, circular, advertisement inviting deposits from the public or inviting offer from the public for the subscription or
purchase of any shares in or debentures of a body corporate. Okay, ഇതാണ് definition according to section 2 subsection 17. Okay, എന്താണ് ഈ സെക്ഷനിൽ പറയുന്നത്? എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ, ഒരു ഡോക്യുമെന്റ് ഈ പ്രോസ്പെക്ടസ് ആയിട്ട് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നു. അതിൽ എങ്ങനെ ആയിരിക്കണം? അതൊരു നോട്ടീസോ ഡോക്യുമെന്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ഏരിയ ഡോക്യുമെന്റ് എന്നുള്ളത്. നിർബന്ധമായിട്ട് ഡെഫിനിഷൻ എഴുതുമ്പോൾ അതിൽ വേണ്ട ഒരു പാർട്ടാണ്. എനി ഡോക്യുമെന്റ് ഡിസ്ക്രൈബർ ഓർ ഇഷ്യൂഡ് ആസ് പ്രോസ്പെക്ട്. എന്തെങ്കിലും ഡോക്യുമെന്റ് ഡിസ്ക്രൈബ് ചെയ്ത് ഇഷ്യൂ ചെയ്യാണ് പ്രോസ്പെക്ട്. അത് എങ്ങനെ ആയിരിക്കണം? ഇറ്റ് ഇൻക്ലൂഡ് എനി നോട്ടീസ്, നോട്ടീസ് ആയിട്ടോ അല്ലെങ്കിൽ സർക്കുലർ, നോട്ടീസ്, സർക്കുലർ ഓർ അഡ്വർടൈസ്മെന്റ്. ഈ മൂന്ന് രീതിയിൽ ഒരു നോട്ടീസ് പോരോ, സർക്കുലർ പോരോ, അല്ലെ അഡ്വർടൈസ്മെന്റ് പോരോ. എന്തിനാണ് ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്നത്? ഇൻവൈറ്റിംഗ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദ പബ്ലിക്. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ്സ് ഇൻവൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവൈറ്റിംഗ് ഓഫർ ഫ്രം ദ പബ്ലിക് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഓഫർ ഇൻവൈറ്റ് ചെയ്യുക. എന്തിന്? സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷെയർസോ ഡിബെഞ്ചേഴ്സോ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷനോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്, പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു സർക്കുലമോ അല്ലെങ്കിൽ സർക്കുലർ അല്ലെങ്കിൽ നോട്ടീസ് അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റോ ആണെങ്കിൽ, ഒരു കമ്പനി ഇഷ്യൂ ആണെങ്കിൽ അതിനെ നമ്മൾക്ക് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നു. ഈ അണ്ടർലൈൻ ചെയ്ത വേർഡ്സ് നിർബന്ധമായിട്ട് ഒരു ഡെഫിനേഷൻ എഴുതുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. എനി ഡോക്യുമെന്റ്, ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആണ് സംഭവം. എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ഇഷ്യൂ ചെയ്യാണ്, ആ ഇഷ്യൂ ചെയ്യുന്ന ഏത് ഫോമിലായിരിക്കണം? ഒരു നോട്ടീസോ സർക്കുലർ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് പോരെ. എന്തിനാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്? പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ള ഒരു ഇൻവിറ്റേഷൻ ആവും. അല്ലെങ്കിൽ പബ്ലിക്കിന്റെ കയ്യിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ പർച്ചേസ് ചെയ്യാനോ, നമ്മൾ ഓഫർ ചെയ്യുന്ന ഷെയർസോ അല്ലെങ്കിൽ ഡിബേഞ്ചേഴ്സോ അത് സബ്സ്ക്രൈബ് ചെയ്യാനോ പർച്ചേസ് ചെയ്യാനോ ഉള്ള ഒരു ഇൻവൈറ്റിംഗ് ആയിട്ടാവും ഈ ഡോക്യുമെന്റ് ഉണ്ടാവും, കമ്പനി ഇഷ്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്ര ഉള്ളൂ ഡെഫിനിഷൻ. എനി ഡോക്യുമെന്റ് ഡിസ്ക്രൈബ്ഡ് ഓർ ഇഷ്യൂഡ് ആസ് പ്രോസ്പെക്ടസ് ആൻഡ് ഇൻക്ലൂഡ് എനി നോട്ടീസ്, സർക്കുലർ, അഡ്വർടൈസ്മെന്റ് ഇൻവൈറ്റിംഗ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക് or inviting offer from the public for the subscription or purchases of any shares or debentures of a body corporates. മനസ്സിലായി വിചാരിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ മീനിങ് അല്ലെങ്കിൽ ഡെഫിനിഷൻ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കണ്ടന്റ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തെല്ലാം കണ്ടന്റ്സ് ആണ് ഒരു പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത് സമപ്പ് ചെയ്തിട്ടാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് നെയിം ആൻഡ് രജിസ്റ്റേർഡ് അഡ്രസ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയുടെ പേര്, അതിന്റെ രജിസ്റ്റേർഡ് അഡ്രസ്. നമ്മൾ ഓൾറെഡി മെമ്മോറാണ്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് രജിസ്റ്റേർഡ് ക്ലോസ്. അതിന്റെ ഓൾട്രേഷനും നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു കമ്പനിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് രജിസ്റ്റേർഡ് അഡ്രസ് എന്ന്. കമ്പനിയുടെ സിറ്റുവേറ്റ് ചെയ്യുന്നത്, അവര് എവിടെയാണ് കമ്പനി നിലനിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ കമ്പനിയുടെ പേരും രജിസ്റ്റേർഡ് അഡ്രസ്സും നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. സെക്കൻഡ് പോയിന്റ്, ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ദ കമ്പനി. എന്തിനാണ് കമ്പനി പോകുന്നത്, എന്തിനാണ് കമ്പനി കമൻസ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ഒബ്ജക്റ്റീവ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഓക്കെ, തേർഡ് പോയിന്റ്, ഡേറ്റ് ഓഫ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദ ഇഷ്യൂ. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ആവാം, ഡിബെഞ്ചേഴ്സ് ആവാം, ഏത് സെക്യൂരിറ്റി ആണെങ്കിലും നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും പ്രോസ്പെക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഡേറ്റിൽ ഇത് ഓപ്പൺ ചെയ്യും, ഇന്ന ഡേറ്റ് ക്ലോസ് ചെയ്യും, അതിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സ് ഇത് മേടിക്കേണ്ടത്. ഓക്കെ, ഫോർത്ത് പോയിന്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അബൌവ് സെപ്പറേറ്റ് അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട് വേർ റെസിപ്റ്റ് ഓഫ് ഇഷ്യൂ ആർ ടു ബി കെപ്റ്റ്. അതായത് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുണ്ടാവും. എന്തുകൊണ്ട്, എന്തിനെ കുറിച്ചിട്ടായിരിക്കും? നമ്മൾ ഈ ഇഷ്യൂ ചെയ്തിട്ട് കിട്ടുന്ന ഫണ്ട് ഇല്ല, അത് സെപ്പറേറ്റ് അക്കൗണ്ട് ആയിട്ട് അവര് മാറ്റിയിട്ടുണ്ട്. അതിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എങ്ങനെയാണ്, അത് ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പോകേണ്ടതെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ് ഏത് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലാണ് അത് റെസിപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഓക്കെ, റെസിപ്റ്റ് ഓഫ് ഇഷ്യൂ ടു ബി കെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ്, കൺസെന്റ് ഓഫ് ദ ഓഡിറ്റർ, ഡയറക്ടർ, ബാങ്കേഴ്സ് ടു ദ ഇഷ്യൂ. ഈ ഇഷ്യൂവിന്റെ കമ്പനിയുടെ ഓഡിറ്റേഴ്സ് അല്ലെ ഡയറക്ടേഴ്സ് അല്ലെ അതിൽ വരുന്ന ബാങ്കേഴ്സിന്റെ കൺസെന്റ് സ്റ്റേറ്റ്മെന്റും ഇതിലുണ്ടാവും. ദാറ്റ് മീൻസ് അവർ എക്സ്പെർട്ട് ഒപ്പീനിയൻസ് ഓൾറെഡി ഈ ഒരു പ്രോസ്പെക്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ് ഓഫ് എ പബ്ലിക് ഓഫർ. ഈ പബ്ലിക് ഓഫർ ചെയ്യുന്നതിന് നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് പറഞ്ഞ, ഇവിടെ ഈ ഇഷ്യൂ ചെയ്യാനുള്ള നമ്മുടെ ഈ കമ്പനി ഇങ്ങനെ ഒരു പബ്ലിക് ഇഷ്യൂ ചെയ്യാനുള്ളതിന്റെ ഒബ്ജക്റ്റീവ് എന്താന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ്,
അതോറിറ്റി ഫോർ ദ ഇഷ്യൂ ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദ റിസൊല്യൂഷൻ പാസ്ഡ് ഫോർ ഇറ്റ്. അതായത് ഇങ്ങനെ ഇഷ്യൂ നടത്തുമ്പോൾ ജനറൽ മീറ്റിംഗിൽ അവർ റിസൊല്യൂഷൻ പാസ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ഇഷ്യൂ അവർ നടത്തുന്നുണ്ടാവുക. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും അതിന്റെ കൂടെ അതോറിറ്റി ഫോർ ദ ഇഷ്യൂ, ഇഷ്യൂന്റെ അതോറിറ്റി ഏതാണെന്നില്ല ഇത് രണ്ടും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതോറിറ്റി ഫോർ ദ ഇഷ്യൂ ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദ റിസൊല്യൂഷൻ പാസ്ഡ് ഫോർ ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് പ്രൊസീജിയർ ആൻഡ് ടൈം ഷെഡ്യൂൾ ഫോർ ദ അലോട്ട്മെന്റ് ആൻഡ് ഇഷ്യൂ സെക്യൂരിറ്റി. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റി അല്ലെ അതിന്റെ അലോട്ട്മെന്റ്, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് അലോട്ട്മെന്റ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, നമുക്കറിയാം അങ്ങനെ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, തേർഡ് കോൾ, അല്ലെങ്കിൽ ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ, ഫൈനൽ കോൾ, അല്ലെങ്കിൽ വൺ ടൈമിലായിരിക്കും അതിന്റെ പേയ്മെന്റ് വരുന്നത്. അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമ്പർ ഓഫ് ക്ലാസസ് ഓഫ് ഷെയർസ്, ഏതൊക്കെ ക്ലാസ്സസിലാണ് ഷെയർസ് ഉള്ളത്, അത് ഏതൊക്കെയാണ് നമ്പർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നേച്ചർ ആൻഡ് എക്സ്റ്റെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ഹോൾഡേഴ്സ്, അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റും അല്ലെങ്കിൽ അതിന്റെ നേച്ചർ എങ്ങനെയാണെന്നുള്ളതും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പൊ നമ്മൾക്കറിയാം ഷെയർസ് പറയുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ട്, നമുക്ക് ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്. പ്രിഫറൻസ് ഷെയർസിൽ തന്നെ നമുക്ക് ഒരുപാട് റിഡീമബിൾ ഉണ്ട്, ഇറീഡീമബിൾ ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രിഫറൻസ് ഷെയർസിൽ തന്നെ ഉണ്ട് ഒരുപാട് കാറ്റഗറി. അപ്പൊ അതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം പ്രോസ്പെക്ടസിൽ നമ്മളുടെ കമ്പനിയിൽ. ഓക്കെ, നെക്സ്റ്റ് ഡീറ്റെയിൽസ് ഓഫ് ദ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്. അപ്പൊ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് മിനിമം സബ്സ്ക്രിപ്ഷൻസ്, കമ്പനിയുടെ മിനിമം സബ്സ്ക്രിപ്ഷൻസിനെ കുറിച്ചുള്ള, ദാറ്റ് മീൻസ് ദ എമൗണ്ട് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ ടു ബി റൈസ്ഡ് ബൈ ദ കമ്പനി. എത്രയാണ് കമ്പനി മിനിമം സബ്സ്ക്രൈബ് ചെയ്യുക, എന്തിന്, ബൈ ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ബിഫോർ ഇറ്റ് കമൻസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇഷ്യൂ ചെയ്തിട്ട് എത്രയാണ് മിനിമം എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ വേണ്ടതെന്നുള്ളത് അവര് പറഞ്ഞിട്ടുണ്ടേക്കും. ഓക്കെ, ദ എമൗണ്ട് ഓഫ് മിനിമം സബ്സ്ക്രിപ്ഷൻ ടു ബി റൈസ്ഡ് ബൈ ദ കമ്പനി ബൈ ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ബിഫോർ ഇറ്റ് ക്യാൻ കമൻസ് ബിസിനസ്. ഓക്കെ, എത്രയാണ് ബിസിനസ് കമൻസ് ചെയ്യുന്നതിന് മുന്നേ മിനിമം എത്രയാണ് വേണ്ടതെന്നില്ല. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, പ്രോസ്പെക്റ്റ് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വോട്ടിംഗ് റൈറ്റ് അറ്റ് ദ മീറ്റിംഗ് ഓഫ് ദ കമ്പനി. കമ്പനിയിലുള്ള വോട്ടിംഗ് റൈറ്റ് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ്, നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിൽ വരുന്ന വോട്ടിംഗ് റൈറ്റ് എത്രയാണെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ഡീറ്റെയിൽസ് ഓഫ് ദ ഡയറക്ടർ ആൻഡ് ദയർ റെമ്യൂണറേഷൻ. ഇവിടെ ഡീറ്റെയിൽസ് എന്ന് പറയും അവരുടെ നെയിം, അഡ്രസ്, ഒക്യുപ്പേഷൻ, അതിൽ വരുന്ന മെമ്പേഴ്സിന്റെ, ദാറ്റ് മീൻസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ആവാം അല്ലെങ്കിൽ പ്രൊപ്പോസ്ഡ് ഡയറക്ടേഴ്സും ആവാം. അവരുടെ പേര്, അഡ്രസ്, ഒക്യുപ്പേഷൻ, അതേപോലെ അവരുടെ ഡയറക്ടേഴ്സ് ഷെയർ ക്വാളിഫിക്കേഷൻ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് പ്ലസ് അവരുടെ റെമ്യൂണറേഷൻ, ഇത്രയും കാര്യങ്ങളും പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഡീറ്റെയിൽസ് ഓഫ് ബോറോയിങ് പവർ ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ബോറോയിങ് പവർ, ദാറ്റ് മീൻസ് എത്രത്തോളം ബോറോയിങ് കപ്പാസിറ്റി ഉണ്ട് കമ്പനിക്ക് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കണം എന്തില്, പ്രോസ്പെക്ടസിൽ. ഓക്കെ, നെക്സ്റ്റ് ദ എമൗണ്ട് പേയബിൾ ഓൺ അപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് ഓഫ് ഈച്ച് ക്ലാസ് ഓഫ് ഷെയർസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊസീജിയേഴ്സും അതേപോലെ തന്നെ എങ്ങനെയാണ് അലോട്ട്മെന്റിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പറയണത്. അതേ പോയിന്റിന്റെ ഇൻക്ലൂഡ് വരുന്ന ഒരു സബ് പോയിന്റ് ആണത്. എമൗണ്ട് എത്രയാണ് അപ്ലിക്കേഷന് വരുന്നതെന്നും അതേപോലെ അലോട്ട്മെന്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും ഓരോ ഷെയർ ക്ലാസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് റൈറ്റ്സ്, പ്രിവിലേജസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് അറ്റാച്ച്ഡ് ടു ഈച്ച് ക്ലാസ് ഓഫ് ഷെയർസ്. ഓരോ ക്ലാസ് ഓഫ് ഷെയർസിന് വരുന്ന റൈറ്റ്സ്, അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും ചില ഷെയർസിന് പ്രിവിലേജസ് ഉണ്ടാവും, അതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും, വോട്ടിംഗ് റൈറ്റിൽ വരുന്ന ചില റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു വോട്ടിംഗ് റൈറ്റ് പറഞ്ഞിട്ടുണ്ടാവുന്നില്ലത്. അപ്പൊ അതേപോലെ ചില ക്ലാസ് ഓഫ് ഷെയർസിന് ചില റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ അവർ കൊടുക്കുന്ന എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ എമൗണ്ടിൽ അതിനനുസരിച്ചുള്ള വേരിയേഷൻ വരും, അതേ കാര്യം മറ്റ് ഷെയർസിനെ അപേക്ഷിച്ചിട്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം പ്രോസ്പെക്ടസിൽ. നെക്സ്റ്റ് നെയിം ആൻഡ് അഡ്രസ് ഓഫ് ഓഡിറ്റർ, ബാങ്കേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് എക്സെട്ര. നമ്മുടെ കമ്പനിയോട് റിലേറ്റഡ് ആയിട്ടുള്ള ബാങ്കേഴ്സ്, ബ്രോക്കേഴ്സ്, ഓഡിറ്റേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അവരുടെയൊക്കെ പേരും അഡ്രസ്സും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് പെർട്ടിക്കുലേഴ്സ് റിലേറ്റിംഗ് ടു ദ റിസ്ക് ഫാക്ടേഴ്സ്. അത് ചിലപ്പോൾ നമ്മുടെ കമ്പനി ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാവും, അത്
നമ്മൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് നമ്മൾ ചില കമ്പനിയിലെല്ലാം ചില സ്പെസിഫിക് പ്രോജക്റ്റ് ഉണ്ടാവും, അതിലെന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് കണ്ടന്റ് ഉണ്ടാവും, അത് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി റൺ ചെയ്യുന്ന ചില പ്രോജക്റ്റിന്റെ ജസ്റ്റേഷൻ പീരിയഡ് അല്ലെങ്കിൽ എന്തെങ്കിലും പെൻഡിങ് ലീഗൽ ആക്ഷൻസ് ഉണ്ടെങ്കിൽ കമ്പനിയോട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ലീഗൽ ആക്ഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്ന കാര്യങ്ങൾ അതൊക്കെ ഓരോ റിസ്ക് ഫാക്ടർ ആണ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് അതെല്ലാം ഓരോ റിസ്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ റിസ്ക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ചും മെൻഷൻ ചെയ്യണം പ്രോസ്പെക്ടസിൽ. ചെയ്യാതിരിക്കുന്നത് നമ്മുടെ നിയമത്തിന് എതിരാണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, എ റിപ്പോർട്ട് ബൈ ദ ഓഡിറ്റേഴ്സ് റിഗാർഡിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ കുറിച്ചിട്ടുള്ള ഓഡിറ്ററുടെ റിപ്പോർട്ടും മെൻഷൻ ചെയ്യും. കാരണം ഈ ഒരു റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആ കമ്പനിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്ത ഒരാൾ ഈ പ്രോസ്പെക്ടസ് നോക്കിയിട്ടാണ് ആ കമ്പനിയുടെ ഷെയർസ് അല്ലെ ഡിബെഞ്ചേഴ്സ് മേടിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കണം. അപ്പൊ അവിടുത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഓഡിറ്റർ റിപ്പോർട്ട് നോക്കുമ്പോൾ നമുക്കിത് കമ്പനി പ്രോഫിറ്റിലാണോ പോണത്, ലോസിലാണോ പോണത്, എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ട്, എങ്ങനെ ലാസ്റ്റ് കുറച്ച് വർഷങ്ങളിൽ അവരുടെ പ്രോഫിറ്റ് എത്രയാണ്, ഇതെല്ലാം ഒരു കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഒരു പ്രോസ്പെക്റ്റീവ് കസ്റ്റമർ ഡിസൈഡ് ചെയ്യണത് ഇത് ബൈ ചെയ്യണോ വേണ്ടയോ അല്ലേ. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇത്രയാണ് മെയിൻ ആയിട്ട് ഒരു പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കണ്ടന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒറിജിനൽ പ്രോസ്പെക്ടസ് നമ്മൾ പല സെക്ഷൻസ് ആയിട്ടാണ് ഇത് കൊടുക്കുക. ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ സമ്മപ്പ് ചെയ്തിട്ട് അതിന്റെ കണ്ടന്റ്സ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കണേ. നെക്സ്റ്റ്, റൂൾസ്. ഒരു റൂൾസ് റിഗാർഡിംഗ് ദ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന റൂൾസ് റിഗാർഡിംഗ് ദ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന കുറച്ച് റൂൾസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈൻഡ് ബൈ ദ എവരി ഡയറക്ടർ. ഓരോ കോപ്പി ഓഫ് പ്രോസ്പെക്ടസ് മസ്റ്റ് ബി സൈൻഡ് ബൈ എവരി ഡയറക്ടർ ഓർ പ്രൊപ്പോസഡ് ഡയറക്ടർ. ഒരു പ്രൊപ്പോസഡ് ഡയറക്ടർ എല്ലാ ഡയറക്ടേഴ്സും മസ്റ്റ് ആയിട്ട് കമ്പനിയുടെ ആ പ്രോസ്പെക്ടസിൽ സൈൻ ചെയ്ത ഒരു കോപ്പി ഉണ്ടായിരിക്കണം. എന്നിട്ട് ഈ കോപ്പി എന്താ ചെയ്യുക, ഫയൽഡ് വിത്ത് രജിസ്റ്റർ ഫോർ രജിസ്ട്രേഷൻ. രജിസ്ട്രാറിൽ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഈ കോപ്പി നമ്മൾ സബ്മിറ്റ് ചെയ്യും. ഓക്കെ, അത് എപ്പോൾ വേണം, ബിഫോർ ദ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ്. പബ്ലിക്കിന് ഈ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാ ഡയറക്ടേഴ്സും സൈൻ ചെയ്ത ഒരു പ്രോസ്പെക്ടസിന്റെ കോപ്പി രജിസ്ട്രാറിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷന് ശേഷം മാത്രമേ പബ്ലിക് ഇഷ്യൂ നടത്താൻ പാടുള്ളൂ പ്രോസ്പെക്ടസ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡേറ്റിംഗ് ഓഫ് പ്രോസ്പെക്ടസ്. According to section 26 according to section 26 of the Companies Act 2013 ക്ലിയർ ആയി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഡേറ്റിംഗ് വളരെ മസ്റ്റ് ആണ് എന്നുള്ളത്. ഓക്കെ, ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന്റെ ഡേറ്റ് മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം എന്നുള്ളത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊരു സെക്കൻഡ് റൂള്. തേർഡ് എന്ന് പറയുന്നത് പെനാൽറ്റി ഫോർ നോൺ രജിസ്ട്രേഷൻ. സപ്പോസ് നമ്മൾ രജിസ്ട്രേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാവരും സൈൻ ചെയ്ത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മളെ ഈ പ്രോസ്പെക്ടസ് പബ്ലിക് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ പറഞ്ഞു. അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സെക്ഷൻ 26 സബ്സെക്ഷൻ 9 പറയുന്നത് അങ്ങനെ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് പെനാൽറ്റി വരും. ഇഷ്യൂ ഇൻ കോൺട്രവേഴ്ഷൻ ഓഫ് ദ പ്രൊവിഷൻ ഓഫ് ദിസ് സെക്ഷൻ ദ കമ്പനി ഷാൾ ബി പണിഷബിൾ വിത്ത് ഫൈൻ നോട്ട് ലെസ് ദാൻ 50,000 rupees. 50,000 rupees കുറയാത്ത ഫൈൻ വരും. ബട്ട് വിച്ച് എക്സ്റ്റെൻഡ് ടു 3 lakh and every person who knowingly a party to the issue. ആ ഇഷ്യൂല് 50,000 കുറയാതെ ചിലപ്പോൾ അത് 3 ലക്ഷം വരെയും ആ പെനാൽറ്റി പോകും. അത് രജിസ്റ്റർ ചെയ്യാതെ നമ്മൾ പ്രോസ്പെക്ടസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ. രജിസ്ട്രേഷൻ വളരെ നിർബന്ധം. രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പെനാൽറ്റി ഉണ്ട് 50,000 തൊട്ട് 3 lakh വരെ. അത് ആർക്കൊക്കെ വരിക, ഇത് അറിഞ്ഞുകൊണ്ട് ഇതിന് സപ്പോർട്ട് ചെയ്ത പാർട്ടീസ് ആരൊക്കെയാണോ അവർക്കെല്ലാം പെനാൽറ്റി വരും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, a copy must be accompany every form of application. സിമ്പിൾ ആണ്. ആർക്കൊക്കെ നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ ഒക്കെ പ്രോസ്പെക്ടസിന്റെ ഒരു ഫോം അല്ലെ ഒരു കോപ്പി വെച്ചിട്ട് കോപ്പി ഓഫ് പ്രോസ്പെക്ടസ് must be accompany every form of application issued to the public for subscription of the shares or debentures of the company. കമ്പനിയുടെ ഷെയർസോ ഡിബെഞ്ചേഴ്സോ മേടിക്കാൻ വേണ്ടിയുള്ള ഏത് പ്രോസ്പെക്ടസിന്റെ ഏത് ഫോമാണ് നമ്മൾ കൊടുക്കുന്ന ആ ഫോമിന്റെ ഒക്കെ കൂടെ പ്രോസ്പെക്ടസ് നിർബന്ധമായിട്ടും വെച്ചിട്ടുണ്ടായിരിക്കും. ലാസ്റ്റ് പോയിന്റ്, ദ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ മസ്റ്റ് ബി ഇൻക്ലൂഡ് ദ ഫോളോയിങ് ഡോക്യുമെന്റ്. നമ്മൾ പറഞ്ഞു രജിസ്ട്രേഷൻ മസ്റ്റ് ആണ് പറഞ്ഞു. രജിസ്ട്രേഷനിൽ ആരൊക്കെ സൈൻ ചെയ്യേണ്ടതാണ്, രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ പെനാൽറ്റി പറഞ്ഞു. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ചില ഡോക്യുമെന്റ്സ് നമ്മൾ അതിന്റെ കൂടെ വെക്കണം. ആ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നു.
കൺസെന്റ് ഓഫ് ദ എക്സ്പേർട്സിന്റെ കൺസെന്റ് ലെറ്റർ അതിൽ വെച്ചിട്ടുണ്ടായിരിക്കണം. അതേപോലെ കോപ്പി ഓഫ് എവരി മെറ്റീരിയൽ കോൺട്രാക്ട്, നമ്മളുടെ അടുത്തുള്ള എന്തെങ്കിലും കോൺട്രാക്ട്സ് ഉണ്ട് അതിന്റെ കോപ്പി നിർബന്ധമായി വെച്ചിരിക്കണം. തേർഡ് പോയിന്റ്, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് റിലേറ്റിംഗ് ടു ദ അഡ്ജസ്റ്റ്മെന്റ്, അതായത് ഓഡിറ്റേഴ്സോ അല്ലെങ്കിൽ അക്കൗണ്ടൻസോ എന്തെങ്കിലും ഈ പ്രോസ്പെക്ടസിന്റെ ഡേറ്റിന്റെ മുന്നേ ആയിട്ട് നമ്മളുടെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് അവർ അക്കൗണ്ട്സിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിരിക്കണം. ഓക്കെ, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദ അഡ്ജസ്റ്റ്മെന്റ്സ് if any made by the auditors or accountants in their report, അവരുടെ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു രജിസ്ട്രേഷൻ ടൈമിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, റിട്ടേൺ കൺസെന്റ് ഓഫ് ദ ഓഡിറ്റർ, ലീഗൽ അഡ്വൈസർ, അറ്റോർണി, സോളിസിറ്റർ, ബാങ്കേഴ്സ് ഓർ ബ്രോക്കേഴ്സ് ഓഫ് ദ കമ്പനി, അവരുടെ കമ്പനിയിലോട് റിലേറ്റ് ചെയ്ത ഓട്ടോ, ലീഗൽ അഡ്വൈസറോ, ബ്രോക്കേഴ്സോ, ബാങ്കേഴ്സോ, അറ്റോർണി ആരാണെങ്കിൽ അവരുടെ റിട്ടേൺ കൺസെന്റും രജിസ്ട്രേഷൻ ടൈമിൽ ഡോക്യുമെന്റിന്റെ കൂടെ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റൂൾസ് എന്തിന് റിലേറ്റഡ് ടു ദ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെ റൂൾസ് ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ് ആണ് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. നമ്മൾ എന്താണ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞു, പ്രോസ്പെക്ടസിന് ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ കണ്ടൻസും അതിനോട് റൂൾസ് റിഗാർഡിംഗ് ടു ദ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസും പറഞ്ഞു. പ്രോസ്പെക്ടസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്പിൾ ആണ്, അത്ര ഇമ്പോർട്ടൻറ്റും ആണ്. അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.